നടത്താൻ വേണ്ടി ഇറക്കിയതാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. ആൾക്കിപ്പോഴും ഈ ഒരു വള്ളിയിൽ പിടിച്ചിട്ട് നടത്തുന്നത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. ഈ വള്ളി എന്തോ ശത്രുവായിട്ട് ആൾ കാണുന്നത്. ഇന്നിപ്പം മഴയൊക്കെ ഒന്ന് തോർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവനെ നടത്താൻ ഇറക്കാൻ പറ്റിയൊരു ക്ലൈമറ്റാണ്. പിന്നെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വഴിയിൽ ഇതിൽ കൂടി പട്ടികളൊക്കെ പോവാം. വേറെ സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ടല്ലോ. അപ്പോൾ അവർ പാവങ്ങളാണ്, ഒന്നും ചെയ്യത്തൊന്നുമില്ല. എന്നാലും പറയാൻ പറ്റത്തില്ല. അവരൊന്നും ചെയ്തില്ലെങ്കിലും ഇവൻ അങ്ങോട്ട് ചെന്ന് അവരുടെ അടുത്ത് വഴക്കിന് ചെന്നിട്ട് അവരെ ദേഷ്യം പിടിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ഡേയിൽ ചോട്ടുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൈമാണ് ഈ ഈവനിങ് വാക്ക് കിട്ടുന്ന ദിവസങ്ങൾ. കാരണം ഇവൻ വന്നതിന് ശേഷം മഴയായ കാരണം വളരെ കുറവാണ് ഇവനിങ്ങനെ നടന്നിട്ടുള്ളൂ. ഇവനിങ്ങനെ വിട്ടാലുള്ള പ്രശ്നം വഴിയിൽ നിന്ന് കല്ലും മണ്ണും ഒക്കെ പെറക്കി തിന്നും. ബാക്കിയൊന്നും ഓക്കെയാണ്. പിന്നെ കല്ല്, മണ്ണ്, പുല്ല് ഇതൊക്കെയാണ് ആൾക്ക് തിന്നാനിഷ്ടം. ഇതാണപ്പം നമ്മുടെ മെയിൻ വഴി. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ചെന്നാൽ നമുക്ക് റോഡ് എത്തും. പക്ഷെ റോഡിലേക്കൊന്നും അവനെ കൊണ്ടുപോകാറില്ല. കയറി പിടിച്ച് വലിക്കുന്നുണ്ടോ? ആൾക്ക് റോഡിലേക്ക് എത്താനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറേ കൂടെ ആൾക്കാരെ കാണാം, വണ്ടികൾ കാണാം. ചോട്ടു വാ, ഇവിടെ ഉറുമ്പുണ്ട്, വാ പോവാം. ഉണ്ട് അടുത്ത് ഉറുമ്പൊക്കെ എഴുതുന്നുണ്ട്. മിക്കവാറും ഉറുമ്പിൻ്റെ കയ്യിൽ നിന്ന് കടി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഉറുമ്പിൻ്റെ കയ്യിൽ നിന്നൊക്കെ പിന്നെ കടി ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത് കൊണ്ട് വലിയ അത്ഭുതമൊന്നുമില്ല. ഇവിടെ ശരിക്കും ഇത്തിരി സേഫാണ്. അതായത് രണ്ട് സൈഡിലും മതിലാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവനൊന്ന് വിട്ട് നോക്കാം, ഇവൻ എങ്ങോട്ടേക്കാണ് ഓടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഞാനിപ്പോൾ ആളെ ലീഷ് വിട്ടേക്കാണ്. ലീഷ് വിട്ടിട്ട് ആൾ പക്ഷേ ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ വഴി കൂടിയിട്ട് വേറെ ഡോഗ്സ് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു ടെൻഷൻ മാത്രമാണ്. എന്നാലും ഒന്ന് നോക്കാം ആളുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. വഴിയിലെത്തി. അപ്പോൾ വണ്ടികൾ പോകുന്ന കാണുമ്പോഴത്തേക്കും ഒന്ന് സ്ലോ ആവുന്നുണ്ട്. ഞങ്ങളിത് തിരിച്ച് വീട്ടിൽ തന്നെ വന്നു. എന്നിട്ട് മുറ്റത്ത് കിടന്നുള്ള ഓടിക്കളിയാണ് കേട്ടോ ഇപ്പം നടക്കുന്നത്. കാരണം നേരത്തെ അവിടെ റോഡിൻ്റെ അടുത്ത് പോയിട്ട് വണ്ടികൾ കണ്ടപ്പോഴത്തേക്കും വേണ്ട, ഇപ്പോഴും ആളായ വയലൻ്റ് അങ്ങ് മാറിയിട്ടില്ല. ഹലോ, വഴിയിൽ ആരും പോവാനും സമ്മതിക്കൂല, മിണ്ടാനും സമ്മതിക്കൂല. വണ്ടികൾ കണ്ടിട്ട് ആകെ വയലൻ്റായി. വണ്ടികളൊക്കെ ഏതോ ജീവികളായിട്ടാണ് ആൾ കാണുന്നത്. എന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി ഞാൻ പിന്നെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നു. പിന്നെ വരുന്ന വഴിയിൽ വേറൊരു ഡോഗിനെ കണ്ടു. എന്നിട്ട് അത് ഇവനെ കണ്ടിട്ട് അങ്ങ് ഓടിപ്പോവുക. പക്ഷെ ഇവൻ അതിൻ്റെ പുറകിൽ നടന്ന് അതിനെ ഇങ്ങനെ കുറച്ച് അതിനെ വയലൻ്റ് ആക്കാൻ ട്രൈ ചെയ്തു. പക്ഷെ അതെന്തോ പേടിച്ചിട്ട് അതിനെന്തോ പട്ടിയാണെന്ന് മനസ്സിലാക്കില്ലേന്നാവോ, എന്തായാലും അത് ഓടിക്കളഞ്ഞു. ആളെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും വലിയ കുരയുണ്ടെന്നൊന്നും ആർക്കും തോന്നൂല. അതാണ് വേറൊരു കോമഡി. അപ്പം ഇന്നത്തെ നടത്തം ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭയങ്കര കലിപ്പ് മൂഡിൽ ആണ് ആള്. ഇവൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരന് അവൻ്റെ വിചാരം ഈ ലോകത്ത് ഞാനും ഈ വീട്ടിലുള്ളവർ മാത്രമേ ഈ ലോകത്ത് ജീവിക്കുന്നുള്ളൂ, അത്ര പേര് മാത്രമേ ഇവിടെ ജീവിക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ്. കാരണം വേറെ ഏതൊരു മനുഷ്യനെ കണ്ടാലും ഏതൊരു മൃഗത്തിനെ കണ്ടാലും വണ്ടികൾ കണ്ടാലും ആൾക്ക് ദേഷ്യമാണ്, കുറച്ചുകൊണ്ടിരിക്കും.
പിന്നെ ഒന്ന് വന്ന് അവൻ്റെ അടുത്തൊക്കെ വന്ന് അവനെ ഒന്ന് തൊട്ട് ഒന്ന് കൊഞ്ചിക്കുവാണെങ്കിൽ ആള് ഓക്കെ ആവും, പിന്നെ കുഴപ്പമില്ല. നമ്മളിത് ഇന്ന് വീട്ടിൽ കയറുവാണ്. ഇന്നത്തെ നടത്തം ഇവിടെ അവസാനിപ്പിച്ചു. കയറ്. ഇന്നത്തെ നടത്തം കഴിഞ്ഞ ആളുടെ സ്ഥിരം റെസ്റ്റിംഗ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. താഴെ ഒരു ചെടി വെച്ചിരുന്ന ഒരു പാത്രം തട്ടി താഴെ വീണു. അപ്പോൾ അത് നോക്കിയാണ് ഈ കുരയ്ക്കുന്നത്. അതിനെ നോക്കി കിടക്കുക. വാതിലൊന്ന് തുറക്കുമോ, ഞാൻ അകത്ത് കയറട്ടെ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. തന്നെ തുറന്ന് കയറിയിട്ടുണ്ട്. ദാഹിക്കുന്നുണ്ടാവും. വെള്ളം വേണോ? വെള്ളം വേണോ ചോട്ടു? വെള്ളം വേണോ ചോട്ടുവിന്? ചോട്ടു വെള്ളം വേണോ? അങ്ങനെ നമ്മൾ ഇന്നത്തെ നടത്തം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആൾ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത്, പിന്നെ ഇവനെ ഇന്ന് ക്ലീൻ ചെയ്തിട്ടില്ല. നമ്മളെല്ലാ ദിവസവും ഇവന് റുട്ടീൻ ക്ലീനിങ് ഉണ്ട്. ബ്രഷ് ചെയ്യണം, പിന്നെ കണ്ണ് വൈപ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്, പിന്നെ കാലുകളും അവൻ്റെ പോസൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാം ഇനി വേണം ചെയ്യാനുള്ളത്. അപ്പോൾ ആൾ നടന്നും കുറച്ചും ടയേർഡായിട്ടുണ്ട്. വെള്ളം കുടിക്കാനുള്ള പോക്കാത്. ബാ, വെള്ളം വേണോ? വെള്ളം കുടിക്കാം. വെള്ളം കുടിക്കൂ. നല്ലപോലെ വെള്ളം കുടിക്കും. എത്ര വെള്ളം കൊടുത്താലും അത് കുടിച്ച് തീർക്കാറുണ്ട്. പാത്രത്തിൽ അങ്ങനെ വെള്ളം ബാക്കി വെക്കുന്ന പരിപാടി വളരെ കുറവാണ്. വളരെ റെയറായിട്ടൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ. അവൻ കുടിച്ച് തീർക്കും അത്. പിന്നെ അതെ, ഞാൻ കുറച്ച് തൊട്ട് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പേ ഒഴിച്ചു കൊടുത്ത വെള്ളമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ ഒഴിച്ചു കൊടുത്തത്. സാധാരണ നമ്മളിപ്പം ഒരു തവണ അവർക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആ പാത്രം പിന്നെ ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം വൺസ് കുടിച്ചു കഴിഞ്ഞാൽ ആ പാത്രത്തിൽ തന്നെ അപ്പം തന്നെ ആ വെള്ളത്തിൻ്റെ കൂടെ തന്നെ വീണ്ടും അടുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അതത്ര നല്ലതല്ലെന്ന് പല ഡോക്ടേഴ്സും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഇവർ ഒരു തവണ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ സലൈവയിൽ നിന്ന് വരുന്ന ആ ഒരു എന്തെങ്കിലും എന്താ പറയുക, അവരുടെ സലൈവയിൽ ഒരുപാട് അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് വരുന്നത് ആ വെള്ളത്തിൽ ഓൾറെഡി ഉണ്ടാവും. അപ്പം നമ്മളതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ അതുപോലെ ഇവരുടെ പാത്രം ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ സോപ്പും ബാറും അതൊന്നും അല്ല യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ എന്താ പറയുക, വിനാഗിരിയും അതുപോലെ ചെറിയ ചൂടുവെള്ളത്തിൽ വിനാഗിരി ഇട്ടിട്ട് ആ വാട്ടർ കൊണ്ടൊന്ന് കഴുകിയാൽ നല്ലതായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്, നമ്മുടെ ഈ സോപ്പും യൂസ് ചെയ്യാതെ. അപ്പം നിങ്ങൾക്കൊക്കെ വേറെ എന്തെങ്കിലും ഇതറിയാമെന്നുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും ഓപ്ഷൻ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വേറെ ദിവസത്തെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ. ചോട്ടു ബൈ പറ. മൈൻഡ് ചെയ്യുന്നില്ല. ബൈ പറ ചോട്ടു. ബൈ.